ചെയ്യുന്നുണ്ടോ? മാന്യമായിട്ടുള്ള വസ്ത്രം ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശമായ രീതിയിൽ ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ എൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ മക്കളേനെയൊക്കെ പറഞ്ഞു തിരിച്ച് ഞാൻ നിങ്ങളുടെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക തന്നെയാണ് ചെയ്യുക. തന്തയ്ക്കും തള്ളയ്ക്കും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരിക്കലും എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നെ മോശം പറയില്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിൻ്റെയൊക്കെ തള്ളേനെയും നിൻ്റെയൊക്കെ പെങ്ങളേനെയും നിങ്ങളൊക്കെ ബഹുമാനിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ലൈവിൽ ചെന്നിട്ട് നിങ്ങൾ ആരും ബാഡ് കമൻറ്റ് ഇടില്ല. എൻ്റെ അമ്മ, എൻ്റെ സഹോദരി, കഷ്ടം. സാരമില്ല, റബ്ബ് തരും. മൈമുന റഹ്മാൻ. പിന്നെ പടച്ചവൻ വലിയവനാണ്. ഞാൻ പടച്ചവനിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. പടച്ചവനിൽ നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു ഉത്തരമുണ്ട്. പടച്ചവനില്ലാത്ത ഉത്തരവുമില്ല എന്നുള്ളത്. പടച്ചവൻ തരാത്ത ഒരു ഉത്തരമില്ല. ഏത് ചോദ്യത്തിനും പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഉത്തരമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എന്നെ കൈവിടില്ല, എൻ്റെ മക്കളെ കൈവിടില്ല. എൻ്റെ മക്കളെ നല്ല മക്കളായിട്ട് വളർത്തും, അവരെ നേർവഴിക്ക് നടത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബാഡ് കമൻറ്റ് ഇടുന്നവർ ഇടട്ടെ, നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കഷ്ടം. ഇത്രയും സ്റ്റാൻഡേർഡ് കുറഞ്ഞ് വർത്തമാനം പറയുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും പറയുന്നത് കഷ്ടം. അച്ചു, അപ്പു ആണോ? അപ്പു, നീ ഒരു സൈഡ് അങ്ങോട്ട് ഇരുന്ന് ഊമ്പിക്കാളെ. എന്നിട്ട് തള്ളയുടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഊമ്പി കൊടുത്താളേട്ടാ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കഷ്ടം. നിങ്ങൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ വർത്തമാനം. ഞാനാണോടാ സ്റ്റാൻഡേർഡ് കുറഞ്ഞ വർത്തമാനം പറയുന്നത്? സ്റ്റാൻഡേർഡ് കുറഞ്ഞ കമൻറ്റ് വന്നിട്ടാണ് മറുപടി കൊടുക്കണത്. നായേ. പൈസ എങ്ങനെ അയക്കാം? എങ്ങനെയും അയക്കേണ്ട മോനെ. ഓക്കെ, ഞാൻ ഇതൊന്ന് കിട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ ജീവിച്ച് പോയിക്കൊണ്ട് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? ഗതീച്ച, എൻ്റെ മക്കളെ നിൻ്റെ വാപ്പ വന്ന് നോക്കുമോ? 3 പേരേനെ വന്ന് നോക്കൂ. നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളാരെങ്കിലും പറഞ്ഞു വിടുമോ നോക്കാൻ? അന്നേ പറയുന്നവർക്ക് പടച്ച തമ്പുരാൻ കൊടുത്തോളും. താത്ത GP നമ്പർ അയക്കൂ. മക്കളെ ഒരു പണവും വേണ്ട. ഓക്കെ, ആരുടെയും പൈസ വേണ്ട. ഞാൻ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ജീവിച്ച് പോയിക്കൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ ലൈവ് എന്നല്ല, ഒരുപാട് പേര് ഒരു ജീവിതമാർഗം എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ആരുടെ ഇതാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കത് കാണാൻ പറ്റില്ലേ? അങ്ങോട്ട് എന്താ പറയുക, സ്കിപ്പ് ചെയ്ത് പോടോ, അതല്ലേ നല്ലത്. എന്തിന്? എല്ലാം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. പടച്ചവൻ സ്വന്തമായിട്ടൊരു വീട് തരട്ടെ. അമീൻ. ഈ ദാത്താനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. കമൻറ്റുകളികൾ നല്ല മറുപടി കൊടുക്കും. എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ വേണം. ഇങ്ങനെ വീണ്ടും ചീത്ത വെക്കണോടാവും. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. പ്രാർത്ഥന കൈവിടരുത്. എന്ത് പ്രതിബന്ധം വന്നാലും തളരരുത്. എന്നെ തളർത്തണമെങ്കിൽ പടച്ച റബ്ബ് വിചാരിക്കണം. ഓക്കെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എന്നെ തളർത്തണമെങ്കിൽ അത് പടച്ച റബ്ബ് വിശ്വസിക്കണം. അതല്ലാതെ വേറൊരാൾക്കും എന്നെ തളർത്താൻ, പ്രത്യേകിച്ച് പടപ്പുകൾക്ക് സാധിക്കില്ലടോ. ഞാൻ എൻ്റെ റബ്ബിൽ എത്രത്തോണ്ട് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് എൻ്റെ റബ്ബിനും അറിയാം. ഞാൻ എത്രത്തോണ്ട് കണ്ണീരോടുകൂടെ ഞാൻ ആ ആളേനെ വിളിക്കുന്നുണ്ടെന്നുള്ളത് പടച്ച റബ്ബിനറിയാം. എനിക്ക് പടച്ച റബ്ബിനെ മാത്രം ബോധ്യപ്പെടുത്താൻ മതി. വേറെ ആരും എനിക്ക് ബോധ്യപ്പെടുത്തണ്ട. ഓക്കെ, അതോടുകൊണ്ട് ഞാൻ പറയണത്. ഇപ്പോൾ പലരും ചോദിച്ചു റീച്ചിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട്? അല്ല, ഞാൻ ഇസ്ലാം മതം പഠിക്കാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആദ്യം ഇതാണ് ഇടാൻ പറഞ്ഞത്. അത് അത്രയും ഇഷ്ടത്തോടു കൂടെയാണ് ഞാൻ ഇട്ടത്. പിന്നെ അവിടെ നിന്ന് പഠിപ്പിച്ചൊരു പാഠമുണ്ട് നമ്മളതിനെ. നമ്മുടെ ശരീരഭാഗം അതിന് എവിടെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അവകാശി നമ്മുടെ ഭർത്താവ് മാത്രമാണ്. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കേണ്ടത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ മുന്നിലാണ്. ഇനി തുണിയില്ലാതെ നിൽക്കേണ്ടതും നമ്മുടെ ഹസ്ബൻഡിൻ്റെ മുന്നിലാണ്. അതല്ലാതെ മറ്റൊരാളെ കാണിച്ച് നമുക്ക് മറ്റൊരാളുടെ കണ്ണിനും അവൻ്റെ ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്നതിനും നമ്മളൊരാളുടെ മുന്നിൽ നിന്ന് കൊടുക്കരുത്. അത് തെറ്റാണ് എന്ന് ഞാൻ ആ മതത്തിൽ നിന്ന് നല്ല രീതിയിൽ പഠിച്ച്. ഹിന്ദു മതത്തിൽ ഇല്ലെന്നുള്ളതല്ല, പക്ഷേ ആ മതത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡ്രസ്സും ഇടാം, അവറത്തെന്തിനും മറയ്ക്കണം, അത് അങ്ങനൊരു സംഭവം നമുക്കതിൽ പഠിപ്പിച്ച് തരുന്നില്ല. ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഈ ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോൾ എന്നെ ആദ്യം പഠിപ്പിച്ചൊരു കാര്യമാണ് ഔറത്ത് മറയ്ക്കുക. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇത് പലരും പറയുന്നുണ്ട് സ്ത്രീ ഒരു കൃഷിയിടമാണ് ഇസ്ലാമിൽ എന്നുള്ളത്. സത്യമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അതൊരു കൃഷിയിടം തന്നെയാണ്. ഒരു കർഷകന് കൃഷിഭൂമി എങ്ങനെയാണ്? അവനതിനെ പരിപാലിക്കില്ലേ, സംരക്ഷിക്കില്ലേ? അവൻ ആ എന്ത് വിത്ത് അതിൽ വിതച്ചിട്ടുണ്ടെങ്കിലും ആ വിത്തിനെ നല്ല രീതിയിൽ പരിപാലിക്കില്ലേ? പക്ഷെ കുറേ എന്താ പറയുക, മതവെറി പൂണ്ട പണത്തിന് വേണ്ടി നടക്കുന്ന കുറച്ച് ആളുകൾ അതിനെ വളച്ചൊടിക്കുന്നു. സ്ത്രീ ഒരു കൃഷിയിടം, എങ്ങനെ കയറി മേഞ്ഞോളാൻ. പക്ഷെ ബുദ്ധിയില്ലാത്ത കഴുതകൾ അത് വിശ്വസിക്കുന്നു.
ബുദ്ധിയില്ലാത്ത കഴുതകൾ അത് വിശ്വസിക്കണം. ഇവളതിന് ഏത് രീതിയിൽ വേണമെങ്കിലും പണിയാം, ഇവളൊരു കൃഷിയിടാം, ഇവളിന്ന് കൃഷിയെടുക്കാം. അങ്ങനെയല്ല. ഒരു സ്ത്രീയെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൃഷിയിടം എന്ന വാക്ക് പോലും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഖുർആൻ എന്ന വേദപുസ്തകത്തിൽ. എന്ന ജാമിദ, ജബ്ബാർ, ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ അതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, യവൻ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന എന്താ പറയുക, ഇസ്ലാം എന്ന വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അമ്മേനെ വ്യഭിചരിക്കുന്നതിലും വലിയ തെറ്റാണ് എന്ത് ശിർക്ക് ചെയ്യണമെന്നുള്ളത്. അമ്മയെ വ്യഭിചരിക്കാം എന്നുള്ളത് എവിടെയും ഇസ്ലാമിൽ പറയുന്നില്ല. ഉമ്മാടെ കാൽ കീഴിലാണ് സ്വർഗം. ഉമ്മാനെ ഛേ എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് പറയുന്ന വേദപുസ്തകത്തിൽ എവിടെയാണ് ഉമ്മാനെ വ്യഭിചരിക്കാം എന്ന് പറയുന്നത്? എവിടെയുമില്ല. എന്നാൽ ഉമ്മാനെ ഛേ എന്നൊരു വാക്ക് പറയുന്നത് പോലും പടച്ച റബ്ബിന് ഇഷ്ടമല്ല. അത് നമ്മൾ പടച്ച റബ്ബിനോട് ചെയ്യുന്ന നിന്ദയാണെന്നാണ് പഠിപ്പിക്കുന്നത്. പടച്ച റബ്ബിനോട് ചെയ്യുന്ന ദ്രോഹം തന്നെയാണെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതേ സ്ഥാനത്ത് അതെല്ലാം വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മാടെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്നിടത്ത് എവിടെയാണ്? അപ്പം അങ്ങനെയല്ല. ഈ ഒരു സംഭവത്തെ ജയിക്കുന്നതിന് വേണ്ടി, അതായത് ശിർക്ക് ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണെന്നുള്ളതും ഉമ്മാനെ ഭോഗിക്കുന്നത് അതിലും ചെറിയ പാപമാണ് എന്നുള്ളതും അത് പാപമല്ല എന്നുള്ളതും വളച്ചൊടിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതോടെ കൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ള, എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറയുന്നവരടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇട്ട ഡ്രസ്സാണ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇട്ട ഡ്രസ്സാണ്. അത് എപ്പോഴും എൻ്റെ ശരീരത്തിലുണ്ടാവും. ഓക്കെ, വെള്ളത്തെ ചാടി ദേഷ്യം വിടുന്നതിന് എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ 3. പൈസ വേണമെങ്കിൽ പറയും മോളെ, എനിക്ക് വേണ്ട മോനെ. നിങ്ങൾ തെറി പറയാതിരിക്കുക. നിങ്ങളൊരു സ്ട്രോങ് വുമണാണ്. നിങ്ങളൊരു നാൾ വിജയിക്കും ഷുവർ. നിങ്ങൾ എന്തെങ്കിലും ടോപ്പിക്ക് വെച്ച് യൂട്യൂബ് വീഡിയോസ് ഇടുക, ഷുവറായി വിജയിക്കും. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. എൻ്റെ ഈ മോനെ വെച്ചിട്ട്, ചെറിയ മോനാണ്, അവനെ ഞാൻ കരയിപ്പിച്ചിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ അവർ രാത്രി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ലൈവ് ഇടുന്നത്. അതേപോലെ ഉച്ചയ്ക്ക് ശേഷമായാലും എൻ്റെ മക്കൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, എൻ്റെ മോൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈവ് ഇടുന്നതും വീഡിയോസ് ഇടുന്നതും. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിൻ്റെ അടുത്തുള്ളതല്ലാണ് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. നിൻ്റെ അടുത്തുണ്ടാകും കഴപ്പ് ചില്ലറയല്ല. ഇവരെയൊക്കെ എന്താ ചെയ്യുക? എല്ലാ വിഷമവും മാറാൻ നല്ലൊരു അടിപൊളി തമിഴ് പാട്ട് പാടോ. നല്ല പൈസയാണല്ലേ. എനിക്ക് വലിയൊരു അപകടം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആന എന്നെ കുത്തി കൊല്ലാൻ നോക്കി. നല്ല വലിയ രീതിയിൽ അപകടം പറ്റി. എന്നെ കിടപ്പിൽ ആണ്. വീട് പണിയാണ്. പെട്ടെന്ന് അസുഖം മാറട്ടെ. വീട് പണിയൊക്കെ പെട്ടെന്ന് കഴിയാൻ നിങ്ങൾക്ക് പടച്ചവൻ്റെ കാവലുണ്ടാവട്ടെ. ഹലോ താത്ത, എന്തെല്ലാം നല്ലത് താത്ത. നല്ല മറുപടി കൂട്ടട്ടെ. ഇവനെന്നെ വഴിതെറ്റിക്കും. അക്കൗണ്ട് ടു മുസ്ലിം സോഷ്യൽ മീഡിയ ഈസ് ഹറാം എന്ന് ആര് പറഞ്ഞു? അനിൽകുമാറി. സോഷ്യൽ മീഡിയ ഹറാമാണെന്നുള്ളത് പടച്ചവൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ ഹറാമാണെന്നുണ്ടെങ്കിൽ എന്തിന് പടച്ചവൻ ഇത് ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുത്തു? പടച്ചവൻ ഇത് ഹറാമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുക്കണ്ടല്ലോ. എന്നാര് പറഞ്ഞു? എന്താ സിസു പറയൂ. അനീസ കഴിച്ചോ? വിവി ഹലോ അതാരാ? നല്ല പ്രസംഗം. ഹാ. ഇത്ത ഇന്ന് ഉമ്മയുടെ 3ാമത്തെ കീമോ ആയിരുന്നു. ഉമ്മ ഉറങ്ങി. ഉമ്മയെക്കുറിച്ചുള്ള നല്ലൊരു പാട്ട് പാടി ഇത്ത. നിത റിപ്പോർട്ട് അടിക്കുക. അടിക്കട്ടാണ്ട്. ഈ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ മതനേതാക്കളെ വിഷയമാക്കില്ല. അങ്ങനെ എനിക്കൊരു മതനേതാക്കളും അല്ലല്ലോ എനിക്ക് തിന്നാൻ കൊണ്ടുവന്ന് തരുന്നത്. അത് മാത്രമല്ല, ഇത് ഇന്ത്യയാണ്. ഇവിടെ ആർക്കും ഏത് വേഷവും ധരിക്കാം. മനസ്സിലായില്ലേ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം സ്വീകരിക്കാനും ഏത് ഡ്രസ്സും ഇടുവാനും ഭക്ഷണ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിച്ച് തന്നിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. മനസ്സിലായതേ? അതുകൊണ്ട് തന്നെ മതനേതാക്കളെല്ലാം എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് തരുന്നതും എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊണ്ടുവന്ന് തരുന്നതും. പിന്നെ ഈ ഇസ്ലാം മതത്തിലെ ആളുകൾ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇസ്ലാം മതത്തിൽ തന്നെ ഒരുപാട് കുത്തും പോരൊക്കെ നടക്കുന്നുണ്ട്. നീ അങ്ങനെ ചെയ്യുന്നു, ഞാൻ എങ്ങനെ ചെയ്യുന്നു, കുറേ കല്ല് കൊണ്ടുവരുന്നു, അതിൻ്റെ ജപിച്ച് മന്ത്രം ചൊല്ലൽ, എന്താ പറയുക, മടവൂര് ഷെയ്ക്ക്
ആളാണ് പടച്ചോൻ എന്ന് പറയുന്നു. അപ്പോൾ അവരാദ്യം അവരിലെ തർക്കങ്ങൾ തീർക്കട്ടെ. മനസ്സിലായില്ലേ? അവരിലെ തർക്കങ്ങളൊക്കെ തീർക്കട്ടെ, എന്നിട്ട് മതി എൻ്റെ നെഞ്ചത്ത് കയറാൻ വരൽ. ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ ജീവിക്കുന്നു. ബാക്കിയുള്ളവരെ ലൈവ് വെച്ച് നോക്കുമ്പോൾ ഒരു സൂപ്പർ ചാറ്റ് പോലും ചോദിക്കാത്ത എത്രയും നേരം ലൈവ് ചെയ്യുന്നു. എന്തുമാവട്ടെ, നിങ്ങൾ മുന്നോട്ട് പോവുക. ചേച്ചിയെ ഫുൾ സപ്പോർട്ട് പറയുന്നവർ പറയട്ടെ. നല്ലത് പറഞ്ഞുകൊടൂ. ഹായ് ഡേ നിത ശ്രീഹരി, സുഖമാണോ? പിന്നെന്താ സുഖം. മാതാപിതാ ഗുരുദൈവം, പിന്നല്ലാതെ. നൂർ നീ പിന്നിലെ. അപ്പോൾ സിസു ഗുഡ് നൈറ്റ്. AK നൂർ ഹായ്. സിസു പോവുകയാണോ? കറക്റ്റ്. ഫുഡ് കഴിച്ചു. നല്ല പെണ്ണ് പോയില്ലേ? മനസ്സിലായില്ല. അനീസ അടിക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. എന്തിൻ്റെ വിശേഷം? സുഖമാണോ? പിന്നെന്താണോ സുഖം. വാലൈക്കും അസ്സലാം. പറയുന്നവർ പറഞ്ഞോട്ടെ, മറുപടി കൊടുക്കണ്ട. ബാഡ് കമൻറ്റ് മൈൻഡ് ചെയ്യണ്ടേ. ഒരു ബാഡ് കമൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ശരി, ഓക്കെ. എന്താണിത്? നമ്മൾ മാന്യമര്യാദക്കാണ് ഇരിക്കുന്നത്. എവിടെ ശരീരം കാണിച്ചിട്ടില്ല ഇരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഈ ഇസ്ലാം മതത്തിലേക്ക് വന്നതാണ് ചില ആളുകൾക്ക്. അവൾ ഇസ്ലാമിലേക്ക് പോയി, അവൾ മേത്തച്ചി. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ കമൻറ്റിലൂടെ, എടി മേത്തച്ചി, നീ നിൻ്റെ കുട്ടികളെ ചാവേറായിട്ടാണോടി ഉണ്ടാക്കുന്നത്? നീ പെറ്റ് കൂട്ടുകയാണോടി? പന്നി പ്രസവിക്കും പോലെ പെറ്റ് കൂട്ടുകയാണോടി? ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് എന്തെന്ന്, മക്കളേനെ നല്ല രീതിയിൽ വളർത്തി ഉണ്ടാക്കുക, അവരെ പ്രസവിക്കുക. മനസ്സിലായില്ലേ? പിന്നെ ആണിനും പെണ്ണിനും ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നതും ഗർഭപാത്രം കൊടുത്തിരിക്കണമെന്നും വെറുതെ അല്ലല്ലോ. ഇസ്ലാം മതത്തിൽ പറയുന്ന ഒരു കാര്യം എന്തെന്നറിയോ? ആണിന് ഏറ്റവും കൂടുതൽ സ്ത്രീയേക്കാൾ ഒരു പടി ആരോഗ്യവും മറ്റും കൂടുതൽ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അവന് ഒരുപാട് ഭാരം, അതായത് അവൻ്റെ ശരീരത്തിന് ഭാരമെടുക്കാനുള്ള കഴിവ്, അതിനുള്ളൊരു ശക്തിയൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അവനെ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള കഴിവ്. അതേപോലെ സ്ത്രീക്ക് ഗർഭപാത്രം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അതിന് സ്ത്രീക്ക് ഗർഭപാത്രം എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? അടുത്ത തലമുറേനെ പ്രസവിക്കാൻ, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ കുറേ ആളുകൾ പറയുന്നു അതിനാണ്. എല്ലാവർക്കും ഈ സാധനം തന്നിട്ടുണ്ട്. ഒരു സ്ത്രീയായി ജനിച്ചാൽ അവൾക്ക് ഗർഭപാത്രവും ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പുരുഷനും. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെയും കുറച്ച് ആളുകളുണ്ട്, ബുദ്ധി വിവരമില്ലാത്ത ആളുകൾ. ഈ ആരിഫ് ഹുസൈൻ്റെയും ഈ ജാമിദയുടെ ഒക്കെ ലൈവും വീഡിയോസും ഒക്കെ പോയി കണ്ടിട്ട് മതഭ്രാന്തി പിടിച്ച് ഇവർ പറയുന്ന വിഡ്ഢിത്തങ്ങൾ അത് കേട്ടിട്ട് പോകുന്ന ആളുകളുണ്ട്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ പലരും പറഞ്ഞ പോലെ ആയിഷ ബീവി